ഇതിനകത്ത് ഗൗരവതരമായ ഒരു ഇടപെടൽ തീർക്കാൻ കഴിയാതെ മറ്റു കാര്യമെല്ലാം പറയുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു 30/3/24 റാണി ജോർജിന്റെ കത്താണ് അദ്ദേഹം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നതെല്ലാം. എന്നാണ് സാർ ഈ പറഞ്ഞ തരത്തിൽ നേരത്തെ കത്തെല്ലാം പോകുന്നത്? 2026 മെയ് 8 കേന്ദ്രത്തിൽ വന്ന കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് 30/3/24 എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറഞ്ഞിരിക്കുക കത്തിനകത്ത്? ഐ വുഡ് റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ early implementation of the PMC scheme in the state without any further delay in the larger interest of providing quality education of the children of the state. നടപ്പിൽ 2026 മെയ് 8 നടപ്പിലാക്കിയിട്ടില്ല ഈ കേരളത്തിൽ. നോക്കൂ, അവിടെയാണ് 24 ഏതോ ഒരു കത്ത്, റാണി ജോർജിന്റെ കത്ത് കൊണ്ടുവന്നിട്ട് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വീണ്ടും പറയുന്നു, നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് അവിടെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിനകത്ത് കേരളം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് കേരളം ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റും കൊടുക്കുന്നിടത്ത് എന്തിനാണ് ശ്രീ ഷംസുദ്ദീൻ PMCയുടെ അംബാസഡറായിട്ട് സർ? കേരളത്തിലെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ധാരണാപത്രവുമായി മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനം അറിയിച്ചതാണ്. സർ, മുൻ ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് ഈ UDF സർക്കാരിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് എത്രയോ തെറ്റായ ഒരു വാദഗതിയാണെന്ന് ആലോചിച്ച് നോക്കുക.